പി വി അൻവറിനെ തൽക്കാലം യു ഡി എഫിലേക്ക് ക്ഷണിക്കേണ്ടെന്ന് യു ഡി എഫിൽ തീരുമാനമുണ്ടായിരിക്കുന്നു. അൻവറിന് പറയാനുള്ളതെല്ലാം കൂടെ പറഞ്ഞു തീർക്കട്ടെ എന്നാണ് യു ഡി എഫ് ആഗ്രഹിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് മറ്റന്നാൾ മുതൽ യു ഡി എഫ് സമരം ചെയ്യാനിരിക്കവെയാണ് ഈ തീരുമാനം വന്നിരിക്കുന്നതെന്നും സലീം മാലിക്കിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. പറയൂ സലീം മാലിക്. എസ് കെ എൻ പി വി അൻവർ വാർത്താ സമ്മേളനം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് യു ഡി എഫ് ഓൺലൈനിൽ യോഗം ചേർന്നത്. യു ഡി എഫ് നേരത്തെ നിശ്ചയിച്ച യോഗമാണ്. പക്ഷേ പി വി അൻവറിന്റെ ആരോപണങ്ങൾ ഉൾപ്പെടെ ചർച്ചയായി. അതിനുശേഷമാണ് യു ഡി എഫിലേക്ക് പി വി അൻവറിനെ ക്ഷണിക്കണോ എന്നുള്ള കാര്യത്തിൽ ചർച്ച നടന്നത്. അതിൽ പി വി അൻവറിനെ തൽക്കാലം അങ്ങോട്ട് പോയി ക്ഷണിക്കേണ്ടതില്ല എന്ന് യു ഡി എഫിലെ എല്ലാ ഘടകകക്ഷികളുടെയും നേതാക്കൾ നിലപാടെടുത്തു. അതിന് പിന്നാലെ തന്നെ യു ഡി എഫിൽ വരുന്നെങ്കിൽ അത് സ്വമേധയാ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് വരുന്നെങ്കിൽ അപ്പോഴത് ആലോചിക്കാം. അതല്ലാതെ തൽക്കാലം യു ഡി എഫിന്റെ അജണ്ടയിലേക്ക് പി വി അൻവറിനെ ക്ഷണിക്കുന്ന കാര്യം എടുക്കേണ്ടതില്ല എന്നാണ് നേതാക്കൾ നിലപാട് സ്വീകരിച്ചത്. മാത്രമല്ല, പറയാനുള്ളതെല്ലാം പി വി അൻവർ പറഞ്ഞു തീരട്ടെ എന്നുള്ളത് ആണ് യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം സ്വീകരിച്ച നിലപാട്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം അത് ശക്തമാക്കുക, എ ഡി ജി പി RSS കൂടിക്കാഴ്ച വിഷയമായി തന്നെ നിർത്തുക, തൃശൂർ പൂരം കലക്കിയത് സംബന്ധിച്ച വിവാദം അത് ആ വിഷയത്തിൽ ആ നിലയിൽ തന്നെ തുടരുക തുടങ്ങിയ ആരോപണങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് യു ഡി എഫ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. അതിന്റെ പശ്ചാത്തലത്തിൽ ഒരു സമരകാലത്തിലേക്ക് കടക്കുകയാണ് യു ഡി എഫ്. മറ്റന്നാൾ മുതൽ തന്നെ താഴെത്തട്ടിലുള്ള എല്ലാ ഘടകങ്ങളിലും സമരം തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ യു ഡി എഫിന്റേതായ നിലകളിലും പരമാവധി സമരം എല്ലാ ദിവസവും സജീവമാക്കി നിർത്തുക, അതിൽ മുഖ്യമന്ത്രിയുടെ രാജി പ്രധാന ആവശ്യമായി ഉന്നയിക്കുക. മാത്രമല്ല, സെക്രട്ടേറിയറ്റ് പഠിക്കലും ഒപ്പം തന്നെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഈ മാസം അടുത്ത മാസം 8-ാം തീയതി സമരം സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ആ ഡേറ്റ് എല്ലാ നേതാക്കളുടെയും കൂടി ഒരു സമയക്രമം നോക്കി വീണ്ടും ഏതെങ്കിലും തരത്തിൽ മാറ്റിവെക്കണമോ എന്നുള്ള കാര്യം ആലോചിക്കും. പക്ഷേ ഇപ്പോൾ ഒക്ടോബർ 8 എന്ന തീയതിയിലേക്കാണ് സെക്രട്ടേറിയറ്റിൽ വീണ്ടും ഒരു സമരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, പി വി അൻവർ ഇപ്പോൾ പറയുന്നത് നേരത്തെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ യു ഡി എഫ് പറയുന്ന ആരോപണങ്ങളാണ്. മുഖ്യമന്ത്രി ഓഫീസിന് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് താങ്ക് യു സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും യു ഡി എഫിലേക്ക് തൽക്കാലം ഒരു ക്ഷണം പി വി അൻവറിന് കിട്ടില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി എന്നാണ് സലീം മാലിക് റിപ്പോർട്ട് ചെയ്യുന്നത്.